ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ആദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, ജംഉൽ ജവാമിയുടെ 69ാമത്തെ സബഖ് നെഹിയെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാമല്ലോ. ഇനി അതിന്റെ സീഗ ഏതിനെല്ലാം വരാം. അംറിന്റെ സീഗ വന്നതുപോലെ പലതിനും വരും. ഇപ്പൊ തെരീദു സീഗത്തുഹു, നെഹിയുടെ സീഗ വരും. സീഗ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് വ്യാഖ്യാനിച്ചാൽ ഐ ലാ തഫ്അൽ. ലാ തഫ്അൽ എന്ന് പറഞ്ഞാൽ നെഹിയുടെ സീഗയാണല്ലോ. അങ്ങനെ നെഹിയുടെ സീഗ വരും. എന്തിനെല്ലാം? ലിത്തഹരീമി, ഹറാമാക്കലിന് വരും. ഹറാമാക്കലിന് നെഹി വരും. അതിന്റെ സീഗ ഉദാഹരണം നഹ്വ ലാ തഖറബു സിന, നിങ്ങൾ സിനയോട് അടുക്കരുത് എന്നാ. അവിടെ ലാ തഖറബു എന്നുള്ള നെഹിയുടെ സീഗയാണ്. അത് തഹരീമിന് വന്നതാണ്. വൽ കറാഹത്തി, കറാഹത്തിനും വരും നെഹിയുടെ സീഗ. വലാ തയമ്മമുൽ ഖബീസ മിന്നു തുൻഫിഖൂൻ എന്നാണ് അതിന്റെ ഉദാഹരണം. നിങ്ങൾ ചെലവഴിക്കുന്ന കാര്യത്തിൽ ചെലവഴിക്കുകയാണ് എങ്കിൽ താന്നത് നിങ്ങൾ കരുതരുത്, മുന്തിയത് കൊണ്ട് നിങ്ങൾ ചെലവഴിക്കുക എന്നാ. ഇവിടെ വലാ തയമ്മമു എന്നുള്ളവിടുത്തെ ലാ തയമ്മമു നെഹിയുടെ സീഗയാണ്. ആ സീഗ തഹരീമിനുള്ളതല്ല, അത് കറാഹത്തിന് വന്ന സീഗയാണ്. വൽ ഇർഷാദി, ഇനി നെഹിയുടെ സീഗ ഇർഷാദിന് വരും. തഹരീമാകുമ്പോഴും കറാഹത്താകുമ്പോഴും ഒക്കെ ദീനിയായിക്കുന്ന കാര്യങ്ങൾ വിധികളാണ്. ഇർഷാദാകുമ്പോൾ ദീനിയാക്കണം. നമ്മൾ അമ്രിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അത് ദുന്യവില് വരും. അത് ദീനിയാക്കൽ കരുത്ത് പ്രകാരമാണ്. ഇർഷാദ് നെഹി വരും. ഇർഷാദിന് വരുന്ന നെഹിന്റെ ഉദാഹരണം ലാ തസ്അലു അൻ അഷിയാഅ ഇൻ തുബ്ദ ലക്കും തസൂക്കും. നിങ്ങൾ ചില വസ്തുക്കളുണ്ട്, അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ട. അവിടെ ലാ തസ്അലു എന്ന് പറയുന്ന നെഹി, ആ നെഹി തഹരീമുമല്ല കറാഹത്തുമല്ല, അതൊരു ഇർഷാദിന്റെ വഴിയിലൂടെയാണ്, നേർവഴിക്കാക്കുക എന്ന നിലക്കാണ് ആ നെഹി അവിടെ വന്നിട്ടുള്ളത്. പിന്നെ വരാം നെഹി വദ്ദുആഇ, പ്രാർത്ഥനയ്ക്ക് വരാം നെഹി. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, അവിടെ തടയുന്നില്ല. അവിടെ ഉള്ളത് പ്രാർത്ഥനയ്ക്ക് വന്ന നെഹിയാ. റബ്ബന, ഞങ്ങളുടെ നാഥാ, ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയത്തിന് വഴി തെറ്റിക്കല്ല ഹിദായത്തിനെ തൊട്ട് എന്നാ. അവിടെ റബ്ബിനോട് നെഹി ചെയ്യാൻ പറ്റൂല നമുക്ക്. അള്ളാഹു ഉയർന്നവനും നമ്മൾ താഴ്ന്നവനും അല്ലേ. അവിടെ നെഹിയല്ല, അത് ദുആക്കാണ്. പിന്നെ ബയാനിൽ ആഖിബത്തി, ഇനി നെഹി വരുന്ന വേറൊരു രീതിയുണ്ട്. ഒരു കാര്യത്തിന്റെ അന്ത്യത്തെ വിശദീകരിക്കാൻ വേണ്ടി വരാം. അതിന്റെ ഉദാഹരണം ഖുർആനിൽ കാണാം. ഒക്കെ ഖുർആനിക ഉദാഹരണം തന്നെയാണ്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ എന്ന. അള്ളാഹുവിന്റെ മാർഗത്തിൽ യോദ്ധാക്കളായി കൊല്ലപ്പെട്ട ആളുകളെ നിങ്ങൾ വിചാരിക്കേണ്ട മരിച്ചവരാണെന്ന്, അവർ ജീവിച്ചിരിപ്പുള്ളവരാണെന്ന്. അപ്പൊ അതിന്റെ ആഖിബത്തുൽ ജിഹാദ് അത് വിശദീകരിച്ചതാണ്. എന്താണ് ജിഹാദ് ചെയ്താലുള്ള ആഖിബത്ത്? ആഖിബത്തുൽ ജിഹാദ്, സമരം ചെയ്താൽ, യുദ്ധം ചെയ്താൽ അതിന്റെ അവസാന വിജയം അൽ ഹയാത്തു, ജീവൻ തന്നെയാണ്. നൽ മൗത്തു, മരിക്കുക എന്നുള്ളതല്ല. അവിടെ വലാ തഹ്സബന്ന എന്നില്ലോടത്തെ നെഹി അത് ആഖിബത്തിന് അനാഖിബത്തിന് വയാൻ ചെയ്യേണ്ടതാണ്. ഇനി നെഹി എന്തിനു വരാം? തഖ്ലീലി വൽ ഇഹ്തിഖാരി, ചുരുക്കം കാണിക്കുവാനും നിസ്സാരപ്പെടുത്തുവാൻ നെഹി വരാം. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും, നബിയെ അങ്ങയുടെ രണ്ട് ദൃഷ്ടിയെ നിങ്ങൾ നീട്ടണ്ട, നോക്കണ്ട. നമ്മൾ അവരിൽ നിന്ന് ചില വകുപ്പുകളൊക്കെ, ചില വസ്തുക്കൾക്കൊക്കെ, ഇനങ്ങൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സുഖങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് നൽകിയതായിരിക്കുന്ന സുഖത്തിലേക്കൊന്നും നബിയെ അങ്ങയുടെ രണ്ട് ദൃഷ്ടിയെ നോക്കേ വേണ്ട എന്ന് പറഞ്ഞോർത്ത് ലാ തമുദ്ദന്ന എന്നുള്ള നെഹി അത് നിസ്സാരവൽക്കരിക്കുവാനും അതോടൊപ്പം തന്നെ ചുരുക്കി കാണിക്കുവാനുമാണ്. അതെങ്ങനെയാ അർത്ഥം? ഫഹുവ ഖലീലുൻ ഹഖീറുൻ ബിഖിലാഫി മാ ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കലുള്ള കാര്യം നോക്കുമ്പോൾ ദുനിയാവിലുള്ള ഈ കാര്യം എത്ര വലുതാണെങ്കിലും ചെറുതാണ്. അതാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതിനെ എതിരായിക്കൊണ്ട് ഈ സംഗതിക്ക് നിസ്സാരവൽക്കരിക്കേണ്ടതും ചെറുതുമായി കാണിക്കാൻ വേണ്ടി കൊടുത്ത നെഹിയാണ് ഈ നെഹി. അപ്പൊ ചില ആൾക്കാർ ഇവിടെ തഖ്ലീലിന് കൊടുക്കാതെ വെറും
ഇഹ്തിഖാറിന് കൊടുത്തിട്ടുണ്ട്. ഒമൻ ഇഖ്തസറ അലൽ ഇഹ്തിഖാരി, ഇവിടെ തഖ്ലീൽ പറയാതെ വെറും ഇഹ്തിഖാർ ഒരു നിസ്സാരമാക്കുക എന്നതിന് മേൽ ചുരുക്കി പറഞ്ഞവർ എന്ത് ചെയ്യും? ഈ ആയത്തിനെ ജഅലഹു, ഈ പറഞ്ഞ ആയത്തില് പറഞ്ഞപ്പോൾ ഈ നഹിയെ അൽ മഖ്സൂദ ബിൽ ആയത്തിൽ മഖ്സൂദ് ഇഹ്തിഖാറാണ് എന്നാക്കും. അതാണ് ഇഹ്തിഖാറിന്റെ മേൽ ചുരുക്കിയുടെ ലക്ഷ്യം. പിന്നെ ഇവിടെ നമുക്ക് ചർച്ച വരാനുള്ള തഖ്ലീൽ എന്ന് കാണാം ഇവിടെ, അല്ലെ? എന്നാ മുസന്നിഫിന്റെ എഴുത്ത് പരിശോധിക്കാം. ഇപ്പൊ കിതാബത്തുൽ മുസന്നിഫി അത്തഖ്ലീല അൽ മഅഖൂദ മിനൽ ബുർഹാനി, ബുർഹാനിൽ നിന്ന് എടുത്തിട്ടാണ് പിടിച്ചിട്ടാണ് തഖ്ലീൽ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ബുർഹാനിൽ നിന്ന് പിടിച്ചെടുത്തതായിരിക്കുന്ന ഈ തഖ്ലീലിനെ മുസന്നിഫി എഴുതിയത് ബിൽ ഐന് കൊടുത്ത് എഴുതിയിട്ട് തഖ്ലീൽ എന്നാക്കിയിട്ടുണ്ട്. തഖ്ലീൽ എന്ന് പറഞ്ഞ് എഴുതിയത് ആ എഴുത്ത് ശരിയല്ല. അത് സബഖു ഖലം, എഴുതിയപ്പോ പേര മുൻകടന്നു പോയി തഖ്ലീലായി പോയതാണ്. തഖ്ലീൽ തന്നെയാണ് ശരി എന്നാക്കി. അങ്ങനെ ആരെങ്കിലും പരിശോധിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മുസന്നിഫ് ഇവിടെ ഇങ്ങനെ എഴുത്തിൽ ഇങ്ങനെയെന്ന് പറയുമല്ലോ, അപ്പൊ അത് ശരിയാക്കി തന്നു ഷാരിഹ്. പിന്നെ നെഹി വരാം വൽ യഇസി, ആശമുറിയലിനേക്ക്. ആശമുറിയാൻ വേണ്ടി നെഹി വരും. ലാ തഅതദുൽ യൗമ, ഇന്ന് നിങ്ങൾ ഒരു കാരണം ബോധിപ്പിക്കണ്ട എന്നാ. അപ്പൊ കാരണം ബോധിപ്പിക്കാൻ ആശ ഉണ്ടായിരുന്നു, അത് ഇനി നടക്കൂല. അപ്പൊ ആശ മുറിക്കാൻ വേണ്ടി വന്ന നെഹിയാണ് ലാ തഅതദുറു. വഫിൽ ഇറാദത്തി വത്തഹ്രീമി, ഇനി ഉദ്ദേശിക്കുക തഹ്രീമാക്കുക എന്നീ വിഷയത്തിൽ മാ തഖദ്ദമ ഫിൽ അംരി, അംറിൽ വന്ന ഏതെല്ലാം കാര്യമുണ്ടോ അത് ഇവിടെയും ബാധകമാണ്. അംറിൽ വന്നത് എന്തിനാലാണ്? മിനൽ ഖിലാഫി, അഭിപ്രായത്തിനാൽ. അപ്പൊ അംറിലുള്ളതായിരിക്കുന്ന എന്തെല്ലാം അഭിപ്രായമുണ്ടോ അതേ അഭിപ്രായം ഇവിടെ ഈ നഹിയിലും വരുന്നതാണ്. പരിശോധിക്കാം. ഫഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ലാ തദുല്ലു സിയഗത്തു അല തലബി, ഈ നഹിയുടെ സിയ അറിയിക്കൂല, അവിടെ തൊലബുണ്ട് എന്നതിന്റെ മേൽ അറിയിക്കുന്നേ ഇല്ല. എപ്പോഴേ അറിയിക്കുള്ളൂ? ഇല്ലാ ഇദാ ഉരീദ ദലാലത്തു ബിഹാ അലൈഹി, ഈ സീഗ നഹിയുടെ മേല് എന്താകുന്നുണ്ട്? അറിയിക്കുന്നുണ്ടെന്ന് ഉദ്ദേശിക്കപ്പെട്ടാൽ മാത്രമേ തൊലബിന്റെ മേൽ അറിയിക്കൂ, അല്ലെങ്കിൽ ഇല്ല. വൽ ജംഹൂറു, എന്നാൽ ബഹുഭൂരിഭാഗം ആളുകളും അല അന്നഹ ഹഖീഖത്തുൻ ബി തഹ്രീമി, ഈ നഹിയുടെ സീഗ തഹ്രീമിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഹഖീഖത്താണ് എന്നാണ്. വഖീല, പറയപ്പെട്ടിട്ടുണ്ട് ബിൽ കറാഹത്തി, കറാഹത്തിൽ ഹഖീഖത്താണ് ഈ നഹിയുടെ സീഗ. വക്കീല, പറയപ്പെടുന്നു നഹി വന്ന ഈ സീഗ തഹ്രീമിലും കറാഹത്തും രണ്ടിലുമാണ്, രണ്ടിലും ഹഖീഖത്താണെന്ന്. വക്കീല ബിഅഹദിഹിമ വലാ നഅരിഫുഹു, വക്കീല പറയുന്നത് രണ്ടിൽ ഒന്നിൽ ഹഖീഖത്താണ്, ഒന്നിൽ മജാസാണ്. പക്ഷെ ഏതാണ് ഹഖീഖത്തായത് നമുക്ക് അറിയൂല, ഏതാണ് മജാസായത് എന്നറിയൂല. ഇതന്നെയായിരുന്നു അംറിലുള്ളത്. അതേ അഭിപ്രായമൊക്കെ ഈ പറയുന്ന നഹിയുടെ സിഗയുടെ കാര്യത്തിൽ ഇറാദത്ത് തഹ്രീമിന്റെ ഒക്കെ വിഷയത്തിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് നഹി ഒരു കാര്യത്തെ കുറിച്ച് മാത്രമാവാം, അല്ലെങ്കിൽ ഒന്നിലധികമാവാം. ഒന്നിലധികമാവുമ്പോൾ തന്നെ ഒരുമിച്ചാവാം, അല്ലെങ്കിൽ വിട്ടുവിട്ടാവാം. ഇങ്ങനെയൊക്കെ വരാൻ നഹി, അതിനെ കുറിച്ച് പറയാനുള്ളത്. ഒഖദ് യകൂനു നഹിയു അൻ വാഹിദിൻ, ചിലപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് മാത്രമായിരിക്കും നഹി, അങ്ങനെ നഹി വരാം. വഹുവ ളാഹിറുൻ, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് നഹി വരുന്നത് എങ്കിൽ അതിന്റെ കാര്യത്തെക്കുറിച്ച് പറയാനില്ല, അത് കാര്യം വ്യക്തമായിട്ട് തന്നെയാണ്. അവിടെ എന്താ പറയാനുള്ള വ്യക്തമാണെന്ന് പറഞ്ഞാല് അത് ആ കാര്യത്തെക്കുറിച്ച് മാത്രം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേറൊന്നും പറയാനില്ലല്ലോ. ഇനി അൻ മുതഅദ്ദിദിൻ, ചിലപ്പോൾ നഹി വരിക എണ്ണം ഉടയതിനെ തൊട്ട് വരും. അപ്പൊ ഒന്നിലധികത്തെ തൊട്ട് വരാം. ജംഅൻ, ആകെ ഒരുമിച്ച് കൂട്ടിയിട്ടായിരിക്കും ഒന്നിലധികത്തെ കുറിച്ചുള്ള നഹി വരിക. അങ്ങനെ വരുമ്പോ ഏതുപോലെ, അതിന് ഉദാഹരണം കൽ ഹറാമിൽ മുഖയ്യർ, തഖ്യീർ ചെയ്യപ്പെട്ടതായ ഹറാം പോലെ. അത് ഉദാഹരണം നഹു ലാ തഫ്അൽ ഹാദാ ഔ ദാകാന, ഇതിന് ചെയ്യണ്ട അല്ലെങ്കിൽ അത് ചെയ്യണ്ട. രണ്ടും സംഗതി നഹിയാണ്, തഹ്രീമിന് നഹി തന്നെയാണ്. അതും ചെയ്യണ്ട അല്ലെങ്കിൽ ഇതും ചെയ്യണ്ട, രണ്ടും നഹി ചെയ്യപ്പെട്ടതാണ്. അപ്പൊ രണ്ടിൽ ഒന്ന് ചെയ്യണ്ട എന്താ വരിക? അവിടെ തഖ്യീർ നൽകപ്പെട്ട, ഇഷ്ടം നൽകപ്പെട്ട ഒരു ഹറാമാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ ഒന്നിലധികമുള്ള നഹി വരുമ്പോൾ അവിടെ ഇങ്ങനെ ഉദാഹരണം കാണിക്കുമ്പോൾ അലൈഹി, ഇതനുസരിച്ച് തെറുക്കു ആയതിഹിമ, ജംഅൻ നിലക്ക് തഖ്യീർ ചെയ്യപ്പെട്ട നഹി പോലെയാണ് എന്നാണല്ലോ. ഒറ്റടിക്ക് ഒന്നാകെയല്ല, ഒരുമിച്ച് കൂട്ടിയിട്ട് ഒന്നിലധികമുള്ള നഹി വരുമ്പോൾ അങ്ങനെയാണ്. ആ അഭിപ്രായ പ്രകാരം വരുമ്പോൾ രണ്ടിൽ ഒന്ന് മാത്രമേ ഉപേക്ഷിക്കൽ നിർബന്ധമുള്ളൂ. ഫഖത്ത്, അത്ര മാത്രം, ഒന്നും ഒഴിവാക്കിയാൽ മതി. അപ്പൊ പിന്നെ പല മുഖാലഫത്ത, ഇവിടെ എതിര് വരൂല നഹിക്ക്.
ഇല്ലാബി ഫിഇലിഹിമ രണ്ടും കൂടി പ്രവർത്തിക്കുമ്പോഴാണ് നെഹിക്കെതിര് വരിക. ഒന്നെടുത്താൽ നെഹിക്കെതിര് വരുന്ന അംഗീകാരം ഉണ്ടാവും. രണ്ടും ചെയ്താലോ, രണ്ടും കൂടി ചെയ്താൽ അപ്പൊ എതിര് വരും. അപ്പൊ പിന്നെ പോലെ മുഹറമു ജംഉഹ, അപ്പൊ ഇവിടെ ഇത് രണ്ടിനും കൂടി ഹറാമാക്കപ്പെടുക എന്നുള്ളത് ജംഉഹുമ, അത് രണ്ടും ഒരുമിച്ച് കൂട്ടി തന്നെയാണ്. കാരണം രണ്ടും ചെയ്തല്ലോ, രണ്ടും ചെയ്യുമ്പോൾ നെഹിക്ക് എതിരാണ്. അപ്പൊ രണ്ടും കൂടി കൂട്ടി ഹറാമാക്കപ്പെട്ടതാണ്. അപ്പൊ പിന്നെ മുഖയ്യറായ ഹറാം വരൂല. മുഖയ്യറായ ഹറാം വരണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, രണ്ടും ചെയ്യരുത്. ലാ ഫേരു ആദ്യമാ പക്കത്ത്, രണ്ടിൽ ഒന്നിനെ ചെയ്യൽ ഹറാമില്ല, രണ്ടും കൂടി ചെയ്യുമ്പോഴേ ഹറാമാകുള്ളൂ. രണ്ടിൽ ഒന്നിനെ ചെയ്യൽ അല്ല. അപ്പോ രണ്ടിൽ ഒന്ന് ചെയ്യൽ എന്താണ് അല്ല എന്ന് പറയുമ്പോ ഒന്ന് ചെയ്യൽ ഹറാമാകുള്ളൂ, ഏതെങ്കിലും ഒന്ന്. അപ്പൊ നെയ്ക്കെതിര് വരുമല്ലോ. രണ്ടും കൂടി ചെയ്യുമ്പോൾ മുഹറമാണ്, രണ്ടിൽ ഒന്ന് മുഹറമാകൂല, ഏതെങ്കിലും ഒന്നേ മുഹറമാകുള്ളൂ, രണ്ടും കൂടി മുഹറമാകൂല. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ എന്താകൂല, മുഖാലഫത്ത് വരൂല, അപ്പൊ മുഹറം ഉണ്ടാകൂല. രണ്ടും കൂടി ചെയ്താൽ മുഖാലഫത്ത് വരും, അപ്പൊ രണ്ടും കൂട്ടി മുഹറമാക്കപ്പെട്ടതായി വരും. അതാണ് ജംഅൻ നിലക്കുള്ള മുതഅദ്ദിദിനെ തൊട്ടും നെഹി വരാം എന്ന് പറയുന്നത്. ഫർഖൻ, ഇനി മുതഅദ്ദിദ് തന്നെയാണ്, ഒന്നിലധികം ഉള്ളത് തന്നെയാണ്, ജംഅൻ നിൽക്കല്ല ഫർഖൻ നിൽക്കാൻ നെഹി വരിക. ഫർക്കാക്കുമ്പോഴേ നെഹി ഉണ്ടാവുള്ളൂ, ജമ്മാക്കുമ്പോൾ നെഹിയില്ല. ഉദാഹരണം കന്നഅലൈനി, രണ്ട് ചെരുപ്പ് പോലെ. എങ്ങനത്തെ രണ്ട് ചെരുപ്പ്? തുൽബസാനി, അത് രണ്ടിനെയും ധരിക്കപ്പെടും. അല്ലെങ്കിൽ ലൗ തുൻജആനി, അത് രണ്ടിനെയും എന്താക്കും? ഊരപ്പെടും. ലാ യുഫറഖു ബൈനഹുമ, ഈ രണ്ട് ചെരുപ്പുകൾക്കിടയിൽ വിട്ടുപിരിക്കപ്പെടാറില്ല. ബി ലുബ്സിൻ ഔ നസിഇ, ബി ലബ്സി ഔ നസിഇഹിമ ഫഖത്ത്, രണ്ടിൽ ഒരു ചെരുപ്പ് ഊരുക അല്ലെങ്കിൽ രണ്ടിൽ ഒരു ചെരുപ്പ് ധരിക്കുക എന്നതുകൊണ്ട് രണ്ട് ചെരുപ്പിന്റെ ഇടയിൽ എന്താക്കപ്പെടൂല, വിട്ടുപിരിക്കപ്പെടാറില്ല. ആ നിലയിൽ ഫർഖൻ നിൽക്കാണ് മുതഅദ്ദിദായ കാര്യത്തെ തൊട്ട് നെഹി വന്നിട്ടുള്ളത്. ഫഹുവ, അങ്ങനെ വരുമ്പോൾ മൻഹിയുൻ അൻഹു, ഏതാ മൻഹി അൻഹു? ആ ഒന്നായിരിക്കും മൻഹി അൻഹു, രണ്ടും കൂടിയല്ല. അത് അഖ്ദം മിൻ ഹദീസ് സ്വഹീഹൈനി, നമ്മൾ ഈ പറഞ്ഞ വിഷയം എവിടുന്ന് പിടിച്ചെടുത്ത് പറയുകയാണ്? ബുഖാരി മുസ്ലിമിലുള്ള ഹദീസിൽ നിന്ന് പിടിച്ചെടുത്തതിന് വേണ്ടിയാ പറയുന്നത്. ബുഖാരി മുസ്ലിമിലുള്ള ഹദീസ് ഏതാണ്? ലാ യംശി അന്ന അഹദുക്കും ഫീ നഅലിൻ വാഹിദത്തിൻ ലിയൻ അൽഹുമാ ജമീഅൻ ഔ ലിയഖ്ലഉഹുമാ ജമീഅൻ. ഇങ്ങനെയാണ്, നിങ്ങൾ നിന്ന് ഒരാളും ഒരു ചെരുപ്പിൽ നടക്കരുത്, അവിടെ നെഹി, ഒന്നിലാ നെഹി. രണ്ട് ചെരുപ്പ് അവൻ ധരിക്കട്ടെ ഒരുമിച്ച്, അല്ലെങ്കിൽ രണ്ട് ചെരുപ്പ് ഒരുമിച്ച് അവൻ ഊരിടട്ടെ, ഇങ്ങനെയാണ്. ഇത് നെഹിയല്ല, അത് കൽപ്പനയാണ്. അപ്പൊ ജംഅൻ നൽകല്ല നെഹി, ഫർഖൻ നൽകാണ്. ഒന്ന് എന്ന് പറയുന്ന വിഷയത്തിലാണ് എന്ത് വരിക? നെഹി വരുന്നത്. ഒന്നിലധികം ഉണ്ടല്ലോ, രണ്ട് ചെരുപ്പില്ലേ, അപ്പൊ ഒന്നിലധികമായല്ലോ, ആ നെഹി വന്നത് തന്നെ ഫർഖൻ നൽകു വന്നു. അപ്പോ ഫയസ്ദുഖു അന്നഹുമാ, ഈ രണ്ട് ചെരുപ്പ് മൻഹിയുൻ അൻഹുമാ, രണ്ടും എന്താണെന്നറിയാമോ? തടയപ്പെട്ടതാണ്. ലുബ്സൻ ഔ നസ്അൻ, ഊരുക ധരിക്കുക എന്നതിനാൽ രണ്ടും എന്താണ്? നെഹി ചെയ്യപ്പെട്ടതാണ്. എന്ത് ഭാഗത്തിൽ കൂടെ? മിൻ ജിഹത്തിൽ ഫർഖി ബൈനഹുമാ ഫീ ദാലിക, ആ ഊരുക ധരിക്കുക എന്ന വിഷയത്തിൽ ആ രണ്ട് ചെരുപ്പുകൾക്ക് ഇടയിൽ ഫർക്കാക്കുക എന്ന വ്യത്യാസപ്പെടുത്തുക. അപ്പൊ ഒരു ചെരുപ്പ് ഊരുക അല്ലെങ്കിൽ ഒരു ചെരുപ്പ് ധരിക്കുക, ഇതാണ് ഫർക്ക്. ഇത് രണ്ട് കാര്യമാണ്, രണ്ട് ചെരുപ്പാണ്, രണ്ടിനെ തൊട്ടും നെഹി ഉണ്ട്. നെഹി വന്നത് തന്നെ ഫർക്ക് നിൽക്കുക, ഫർക്ക് പറഞ്ഞു തരാണ്. ഒരു ചെരുപ്പ് ധരിക്കുക അല്ലെങ്കിൽ ഒരു ചെരുപ്പ് ഊരുക, ഈ നിലക്കാണ് രണ്ടിനെ തൊട്ട് നെഹി വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോ ആ നെഹി സാദിഖാകൂലേ? ലൽ ജംഉ ഫീഹിമ, ധരിക്കുക അല്ലെങ്കിൽ ഊരുക എന്ന കാര്യത്തിൽ രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിയാലോ നെഹിയില്ല, ഫർക്ക് നിൽക്കേ നെഹി വരുള്ളൂ. ഇങ്ങനെ നെഹി വരാം ഒന്നിലധികം കാര്യത്തെ കുറിച്ച്. അല്ലെങ്കിൽ ജമീഅൻ, ജംഅൻ നിൽക്കുമല്ല ഫർക്ക് നിൽക്കുമല്ല നെഹി, പിന്നെ ഒരുമിച്ച് ഒന്നാകെയാണ്. ജംആകുമ്പോ മൊത്തത്തിൽ നെഹി ഉണ്ട്, ഏതെങ്കിലും ഒന്ന് മാത്രം മതി, ഒക്കെപ്പാടെ ചെയ്യുമ്പോഴേ നെഹി ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ എന്താവൂല, നെഹി വരുന്നില്ല, ഒക്കെപ്പാടെ കൂടുമ്പോൾ നെഹി വരും. അതേ സമയത്ത് ഫർക്ക് നൽകാക്കുമ്പോ ഒന്നേ നെഹിയുള്ളൂ, ജമ്മാമ് നെഹിയില്ല. ഇതുപോലെ തന്നെ ഒന്നാകെയാണ്, ഒന്നാകെ മൊത്തത്തിൽ നെഹിയാണ്, ഒന്നും ചെയ്യാൻ പാടില്ല. അതിന്റെ ഉദാഹരണമാണ് കസിന വസരിഖത്തി, മോഷ്ടിക്കുക, വ്യഭിചരിക്കുക. ഒന്നിരിക്കൽ വ്യഭിചരിക്കുക അല്ലെങ്കിൽ എന്നല്ല, അത് രണ്ടും ഒരുമിച്ച് തന്നെ ഹറാമാണ്.
ഇങ്ങനെയും വരും നഹി. അപ്പൊ കൊല്ലും മിൻകുമാ മൻഹിയുൻ അൻഹു, ശരിക്കത്തും ഹറാമാണ്, സിനയും ഹറാമാണ്. അതാണല്ലോ സിന, ശരിക്കത്ത് ഇവ രണ്ടിനും എല്ലാം നഹി ചെയ്യപ്പെട്ടതാണ്. അപ്പൊ അത് രണ്ടിലേക്കും, അഥവാ സിന, ശരിക്കത്ത് ഇത് രണ്ടിലേക്കും നോക്കൽ കൊണ്ട് സാദിഖാകും എന്ത്? അന്നൻ നഹിയ നഹി അൻ മുതഅദ്ദിദായതിനെ തൊട്ട് തന്നെയാണ് നഹി, ഒന്നിലധികം ഉള്ളതിനെ തൊട്ട് തന്നെ നഹി. ഇൻകാന യസ്ദുഖു ബിന്നദരി ഇലാ കുല്ലി മിൻഹുമാ, ഈ സരിഖത്ത് സിന ഇവ രണ്ടിനും എല്ലാത്തിലേക്കും നോക്കൽ കൊണ്ട് അന്നഹു അൻ വാഹിദിൻ നഹി ഒന്നിനെ തൊട്ടും സാദിഖാകും എന്ന് വന്നാലും മുതഅദ്ദിദായ സിന, സരിഖത്ത് ഇത് രണ്ടിനെ തൊട്ടും നഹി ഇവിടെ സാദിഖാണ്. അപ്പൊ ജമീഅൻ നൽക്ക് നഹി വന്നു. ഇനി മുത്ലഖു നഹി തഹരീം എന്ന് പറയാം. ഖൈദ് കൊടുക്കാതെയുള്ള മുത്ലഖ് നഹി. മുത്ലഖ് നഹിയാകുന്നത് മുത്ലഖു നഹി തഹരീമി അൽ മുസ്തഫാദി മിനൽ ലഫ്ളി, നഹിയുടെ ലഫ്ളിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നതായ തഹരീമിന്റെ മുത്ലഖ് നഹി, അല്ലെങ്കിൽ ലഫ്ളിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന മുത്ലഖായ നഹി തഹരീം. രണ്ടും വെക്കാം. ജറ് കൊണ്ടും വായിക്കാം, റഫ് കൊണ്ടും വായിക്കാം. ജറ് കൊണ്ടാകുമ്പോ നഹി തഹരീക്ക് സിഫത്താക്കാം, റഫ് കൊണ്ട് വായിക്കുമ്പോ മുത്ലഖിന് സിഫത്താക്കാം. അപ്പോ മുത്ലഖു നഹി തഹരീം, മുത്ലഖ് ഖൈദ് കൊടുക്കാതെയുള്ള തഹരീമിന്റെ മുത്ലഖ് നഹി. വഖദ് തൻസീഹു, ഇതുപോലെ തന്നെയാണ് മുത്ലഖ് നിൽക്കുള്ള തൻസീഹിന്റെ നഹിയും. അപ്പൊ തൻസീഹിന്റെ മുത്ലഖ് അല്ലെങ്കിൽ തഹരീമിന്റെ മുത്ലഖ് നഹി, ഈ രണ്ട് നഹി. ഫിൽ അൽഗരി, അഭിപ്രായ വ്യത്യാസമുണ്ട്. കഥ ഇട്ടുകൊടുത്ത തൻസീഹില്, തഹരീമിലല്ല, തൻസീഹിലാണ് അഭിപ്രായമുള്ളത്. അത് രണ്ടും കൂട്ടി ചേർത്തുകൊണ്ടാ പറയുന്നത് അൽഹറായ അഭിപ്രായ പ്രകാരം ദിൽ ഫസാദി, അത് ഫസാദിനുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞാല് ഐ അദമുൽ ഇഅ്തിദാദി ബിൽ മൻഹിയു അൻഹു ഇദാ വഖഅ, ഇവിടെ മൻഹിയു അൻഹു സംഭവിച്ചു. ആ സംഭവിച്ചതായിരിക്കുന്ന മൻഹിയു അൻഹുവിനെ ഒരു ഇഅ്തിദാദ് ചെയ്യുക എന്നത് പരിപാടി ഇല്ല. അതൊരു ഫസാദാണല്ലോ. ഇവിടെ മൻഹിയു അൻഹുടെ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചതായിരിക്കുന്ന മൻഹിയുൻ അൻഹു കൊണ്ട് പരിഗണിച്ചില്ല, അതിന് മുഖവിലക്കെടുത്തില്ല, ഗൗരവമാക്കിയില്ല എന്നാണ് ഫസാദ്. അത്തരം ഒരു ഫസാദിന് വരുന്നതാണ് തഹരീമിന്റെ മുത്ലഖ് നഹിയും തൻസീഹിന്റെ മുത്ലഖ് നഹിയും ഖൈദ് കൊടുക്കാതെ. എവിടെ? ശറഅൻ, ശറഇൽ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ? ശറഇൽ അങ്ങനെയാണെന്ന് ഫസാദിന്. ഇതിലാ യുഫ്അമു ദാലിക മിൻ ഗൈരി ശറഇ, ഫസാദിനുള്ളതാണ് ഈ പറഞ്ഞ നഹി എന്നുള്ളത് ശറഅ് അല്ലാത്തതിൽ നിന്ന് മനസ്സിലാക്കപ്പെടാൻ കഴിയൂല. അതുകൊണ്ടാണ് ശറഅൻ എന്ന് പറഞ്ഞത്. വക്കീൽ അവിടെ പറയുന്നുണ്ട് ലുഗത്തൻ, ഭാഷാപരമായി ഫസാദിനെന്നും പറയുന്നുണ്ട്. എന്താ ഖീല ഭാഷാപരമായിട്ട് ഫസാദിനെന്ന് പറഞ്ഞത്? ലി ഫഹ്മി അഹ്ലിൽ ലുഗത്തി ദാലിക മിൻ മുജറദിൽ ലഫ്ളി, അവിടെ നഹിയുടെ സിഗ വന്നില്ലേ, അപ്പൊ ആ ലഫ്ളിൽ നിന്ന് മാത്രം, ആ നഹിയുടെ ലഫ്ളിൽ നിന്ന് തന്നെ ഫസാദിനെ ലുഗത്തിന്റെ അധികാരം മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് ലുഗത്തെന്നൽക്ക് ഫസാദിനെന്ന് പറയാം. വക്കീല മൂന്നാമതൊരു അഭിപ്രായം പറയുന്നത് ആ മുത്ലഖ് നഹി വരുന്നത് എന്തിനുള്ളതാണ്? ഫസാദിന് തന്നെയാണ്. എവിടെ? ശറഇലോ ലുഗത്തിലല്ല, മഅനൻ. മഅനൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട്. ബുദ്ധിപരമായിട്ട് എങ്ങനെ മനസ്സിലാക്കാം? ഐ മിൻ ഹൈസിൽ മഅന, മഅന എന്ന് പറഞ്ഞാൽ മഅനയുടെ ഭാഗത്തിൽ കൂടെ ഫസാദിനാണ്. മുഖവ ആ മഅന അന്ന ഷൈഅ, നിശ്ചയമായിട്ടും ഒരു വസ്തു, ഇന്നമാ യുൻഹ അൻഹു, ഒരു വസ്തുവിനെ തൊട്ട് നഹി ചെയ്യപ്പെടുന്നത് തന്നെ ഇദഷ്തമല, അത് ചുറ്റിയാൽ, അലാമ ഒന്നിന്റെ മേലിൽ, എങ്ങനത്തെ ഒന്ന്, യഖ്തദി ആ ഒന്ന് തേടുന്നത്, ഫസാദുഹു ആ ഒന്നിന്റെ ഫസാദിനെയല്ലേ, ആ ഒന്നിന്റെ ഫസാദിനെ അത് തേടുന്നു എന്നതിന്റെ മേലിൽ ആ നഹി ചുറ്റി, ആ വസ്തു ചുറ്റി വരികയാണ് എങ്കിൽ ആ വസ്തുവിനെ തൊട്ട് മാത്രമേ നഹി ചെയ്യപ്പെടുകയുള്ളൂ. ഇത് ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ ഫസാദല്ലേ. ഇങ്ങനെ മൂന്ന് അഭിപ്രായമാണ് ഇവിടെ മുത്ലഖ് നഹി വരുന്നത്. എന്നാൽ ഈ പറയുന്ന മുത്ലഖ് നഹി തഹരീമും തൻസീഹിന്റെ മുത്ലഖ് നഹി വരുന്നത് തന്നെ സീമ അദൽ മുഅമലാത്തി, ഇടപാടുകൾ അല്ലാത്തതിലാണ്. ഇടപാടുകൾ അല്ലാത്തത് ഏതിലാ? മിൻ ഇബാദത്തിൻ, ഇബാദത്തുകളാൽ, വൈരിഹ ഇബാദത്തല്ലാത്ത മറ്റു പല കാര്യങ്ങളിലൊക്കെയാണ് ഈ പറഞ്ഞ സംഗതി വരിക, ഫസാദ് വരുന്ന കാര്യം പറയുന്നത്. അതേതാണ്? വയറ് മിമ്മ ലഹു തംറത്തുൻ, അതിനൊരു ഫലം ലഭിക്കാം. അങ്ങനെ ഫലം ലഭിക്കുന്നത് ഏതെല്ലാം ഉണ്ടോ അതൊക്കെ വരാം. ഉദാഹരണമായി പറഞ്ഞാൽ ഇബാദത്തിന്റെ ഉദാഹരണം സലാത്തിൻ നഫലിൽ മുത്ലഖ്, മുത്ലഖായ സുന്നത്ത് നിസ്കാരം പോലെ. എവിടെ?
ഫിൽ ഔഖാത്തിൽ മക്റൂഹത്തി കറാഹത്താക്കപ്പെട്ട സമയത്ത് ഒരു മുത്ലഖൻ നഫൽ നിസ്കരിക്കുക. എന്നാൽ പിന്നെ അത് ഇബാദത്താണ്, വസാദായ ഇബാദത്താണ്. ഫലാ തസിഹു, ആ സമയത്ത് നിസ്കരിച്ച നിസ്കാരം ശരിയാവുകയില്ല. കമാ തഖദ്ദമ, അതൊക്കെ മുമ്പ് പറഞ്ഞതുപോലെ, അല തഹരീമി, തഹരീമിനേക്കാൾ മുമ്പ് നമ്മൾ മുന്തി പറഞ്ഞല്ലോ എന്നതുപോലെ തന്നെ. വക്കത, ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് എന്ത്, തൻസീഹിന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. തൻസീഹിന്റെ വിഷയം അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫി സഹീഹി, സ്വഹീഹായ അഭിപ്രായത്തിൽ തൻസീഹ് പോലെ തന്നെയാണ്. എങ്ങനത്തെ സ്വഹീഹ്? അൽ മുഅബ്ബരി അൻഹു ഹുന, നമ്മുടെ നഹിയുടെ ബാബിൽ സഹീഹിനെ തൊട്ട് ഇബാറത്തിടപ്പെടുക ഫി ജുംലത്തി ശുമൂലി, അത് ഫസാദിനെ തേടുന്നു എന്നതിന്റെ മേലിൽ അത് ചുറ്റി എന്ന നിലക്കുള്ള ശുമൂല. ഈ ശുമൂലിന്റെ കൂട്ടത്തിൽ ഇവിടത്തിൽ നമ്മൾ ഇബാറത്തിടുക സഹീഹിനെ തൊട്ട് ബിൽ അൽഗറി, അൽഗറി എന്നതുകൊണ്ടല്ലേ. ആ അൽഗറി എന്ന് സഹീ ഇട്ടു. ആ സഹിയായ അഭിപ്രായത്തിൽ തൻസീം ഇങ്ങനെ തന്നെയാണ്. മുത്തലക്ക് ഫസാദിനുള്ള തന്നെയില്ലേ. വക്കൽ വത്ത് ഈ സിനൻ, വത്ത് പോലെയാണ് സിന എന്ന് പറഞ്ഞു. വത്ത് പോലെയാണ് സിന എന്ന് പറയുമ്പോ പല യസ്ബദു നസബു, അപ്പൊ സിനയിലൂടെ ഉണ്ടായ കുട്ടികൾ എന്താവൂല, തറവാട് സ്ഥിരപ്പെട്ട് വരികയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അത്? ഫസാദല്ലേ സിന. അപ്പൊ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തിനാണ്? മുആമലാത്തുകൾ അല്ലാത്തതിലാണ് മുത്ലഖൻ നിൽക്കാണ് ഈ പറഞ്ഞ. അപ്പൊ മുത്ലഖൻ എന്ന് പറഞ്ഞാൽ ഐ സവാഉൻ റജഅൻ നഹി ഫീമാ ദുക്ര ഇലാ നഫ്സിഹി, നമ്മൾ പറയപ്പെട്ട കാര്യത്തിൽ പറഞ്ഞ നഹികളൊക്കെ അതിന്റെ നഫ്സിലേക്ക് തന്നെ മടങ്ങിയാലും വേണ്ടില്ല. അതിന്റെ ഉദാഹരണം കസലാത്തിൽ ഹാഇലി വ സൗമിഹ, ഹൈലുകാരുടെ നിസ്കാരം, ഹൈലുകാരുടെ നോമ്പ്. ഓക്ക് നിസ്കരിക്കാൻ പാടില്ല, ഹറാമാണ് പറഞ്ഞു. ഓള് നോമ്പ് നിൽക്കാൻ പാടില്ല, ഹറാമാണെന്ന് പറഞ്ഞ് അത് അതിന്റെ നഫ്സിലേക്ക് തന്നെ മടങ്ങിയതാ. അത് അയൽ കൊണ്ട് തന്നെ ഹറാമാണ്, ആ നോമ്പും ഇതൊക്കെ പറ്റൂലെന്ന്. അല്ലെങ്കിൽ ലാസിമിഹി, അല്ലെങ്കിൽ പിന്നെ ലാസിമിലേക്ക് മടങ്ങുന്നേ. എന്നാലും ലാസിമിഹിന, അല്ലെങ്കിൽ അതിന്റെ ലാസിമിലേക്ക് നഹി മടങ്ങി, എന്നാലും വേണ്ടില്ല. ലാസിമിലേക്ക് നഹി മടങ്ങിയതിന്റെ ഉദാഹരണം അതേതാണ്? കസോമി യോമിൻ നഹരി, വലിയ പെരുന്നാൾ ദിനത്തിൽ നോമ്പ് നോൽക്കൽ ഹറാമായതുപോലെയാണ്. അന്ന് നോമ്പ് നോൽക്കാനുള്ള ദിവസമല്ല, പക്ഷെ അത് നോമ്പ് നോൽക്കൽ ഹറാമാണെന്ന് പറഞ്ഞത് ഇബാദത്തിലേക്ക് മടങ്ങിയതല്ല, പിന്നെ അത് ലാസിമിലേക്കാണ് മടങ്ങിയത്. എന്താ ലാസിമിലേക്ക് വരാൻ കാരണം? ലിൽ ഇറാദി ബിഹി അൻ ലിയാഫത്തില്ലാഹി തആല, പെരുന്നാൾ ദിനം അല്ലാഹു തആല അവന്റെ അടിയങ്ങൾക്ക് വിരുന്ന് സൽക്കാരം നൽകുകയാണ്. ആ വിരുന്ന് സൽക്കാരത്തെ തൊട്ട് നോമ്പ് നോൽക്കുമ്പോൾ തിരിഞ്ഞു കളയിൽ വരും. അപ്പൊ അവിടെ ആ നോമ്പ് ഇറാദ് വന്നു. അപ്പൊ ഇറാദ് വന്നൊരു കാരണം കൊണ്ടാണ് എന്തായത്? നോമ്പ് ഇവിടെ ഹറാമായത്. അപ്പൊ ലാസിമിലേക്ക് മടങ്ങി നഹി. കമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതുപോലെ. വകസ്സലാത്തി ബിൽ ഔഖാത്തിൽ മക്റൂഹത്തി, കറാഹത്താക്കപ്പെട്ട സമയത്തുള്ള നിസ്കാരം പോലെ അവിടെയും അങ്ങനെ തന്നെ ലാസിമിലേക്കാണ് പോകുന്നത് നഹി. എന്തുകൊണ്ട്? ഇനി ഫസാദിൽ ഔഖാത്തി, സമയങ്ങൾ എന്തായി ഫസാദായതിന് വേണ്ടി. അങ്ങനത്തെ സമയങ്ങൾ അല്ലാസിമത്തി ലഹ, ആ ഇബാദത്തിന് എന്താകുന്നറിയാമോ? ലാസിമായി വരുന്നുണ്ട്. ബിഫാലിഹ ഫീഹ, ആ കറാഹത്തായ സമയങ്ങളിൽ ആ നിസ്കാരം പ്രവർത്തിച്ചു എന്നതുകൊണ്ട് ആ നിസ്കാരത്തിന് ലാസിമായി വന്നതാണ് ഫസാദ്. അല്ലാതെ നിസ്കാരത്തിന് ഫസാദില്ല, നിസ്കാരത്തിനല്ല കുഴപ്പം. ആ നിസ്കാരത്തിന്റെ നഹി വന്നത് നിസ്കാരത്തിലേക്കല്ല മടങ്ങുന്നത്, പിന്നെ എവിടേക്ക് മടങ്ങി? ലാസിമിലേക്ക് മടങ്ങി. ലാസിം ഏതാണ്? ഔഖാത്തുൽ മക്റൂഹത്താണ്. അതിൽ സംഭവിച്ചു പോയല്ലോ നിസ്കാരം. അപ്പൊ അതുകൊണ്ട് നിസ്കാരം ശരിയായില്ല. അങ്ങനെയാണ്. എന്തായാലും വേണ്ടില്ല, മുത്തലഖൻ നഹി തഹരീമുൻ ശറഈ എന്തിനു വരാം? ഫസാദിലേക്ക്, അല്ലെങ്കിൽ അഖൽ, ഇതൊക്കെ മുആമലത്ത് അല്ലാത്തതിലാണ്. വഫീഹ, അപ്പഞ്ഞ് മുആമലാത്തിലോന്ന ഐ ബിൽ മുആമലാത്തി, മുആമലാത്തിൽ ഇതെന്താ ചെയ്യാ? ഇൻ റജഅൻ നഹിയു ഇലാ അംരിൻ ദാഖിലിൻ ഫീഹാ, മുആമലാത്തിൽ ഉള്ള ഒരു കാര്യത്തിലേക്കാണ് നഹി മടങ്ങുന്നതെങ്കിലോ അതിന്റെ ഉദാഹരണം കന്നഹി അംബഇൽ മലാഖിഹി, മലാഖിഹിനെ വിൽക്കൽ നഹി ചെയ്യും പോലെ. മലാഖിഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ മാഫിൽ ബുത്തൂനി, ഗർഭത്തിലുള്ള ഒന്നിനെ വിൽക്കുക. ഗർഭത്തിലുള്ളത് എന്തിനാലാണ്? അജിന്നത്തി, കുട്ടിയാൽ. അപ്പൊ കുട്ടികളായിരിക്കും ഗർഭത്തിലുണ്ടാവുക. അപ്പൊ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ വിൽക്കാൻ പാടില്ല എന്ന് നഹിയുണ്ട്. ആ നഹി പോയത് എന്താണ്? അത്
മുആമലാത്തിൽ കടന്ന ഒന്നല്ലേ അനഹി. മുആമലാത്തിൽ കടന്ന ഒന്നാണ് ഈ ബൈ. ആ ബൈയിലേക്കാണ് അനഹി പോയത്. എന്തുകൊണ്ടാണ് അവിടെ നെഹി വന്നത്? വിൽപ്പന ശരിയാവില്ല എന്ന് പറയാൻ കാരണം ഇദാമിൽ മബീഇ, വിൽക്കപ്പെട്ടത് ഇവിടെ ഇല്ല എന്ന് തഹഖുഖായതിന് വേണ്ടി. വഹുവ, വിൽക്കപ്പെട്ടത് ഇവിടെ ഉണ്ടാവണം, വിൽക്കപ്പെടുന്ന വസ്തു ഇവിടെ ഉണ്ടാവണം എന്നുള്ളത് റുക്നുൻ മിനൽ ബൈഇ, അത് ബൈഇൽ ഒരു ഫർളല്ലേ. ആ ഫർള് ഇവിടെ ഇല്ലല്ലോ. അപ്പോ മുആമലാത്തിൽ കടന്ന ഒരു ബൈഇന്റെ ഫർള് ഇവിടെ ഇല്ല. അപ്പൊ ആ ബൈഇൽ കടന്നതായ മുആമലാത്തിൽ കടന്ന അമ്രിലേക്ക് തന്നെ, ആ കാര്യത്തിലേക്ക് തന്നെയാണ് ഈ നെഹിയുടെ പോക്കുണ്ടായത്. അങ്ങനെ വരാം. എന്നാൽ ഇബ്നു അബ്ദിസ്സലാം പറയുന്നത് അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, മുആമലാത്തുള്ള നെഹി, ആ മുആമലാത്തിൽ ഉള്ളതായ ഒരു കാര്യമുണ്ടാവാം. ആ കാര്യത്തിലേക്ക് ആ നെഹി മടങ്ങൽ ഇഹ്തിമാലായിട്ട് വരാനോ യഖീനാവണ്ട, ഇഹ്തിമാലായ പോരെ, അങ്ങനെയും വരാം. അതെങ്ങനെ? തഅലീബൽ ഖാരിജി. അപ്പൊ ഖാരിജിലുണ്ട്, ദാഖിലും ഉണ്ട്. അപ്പൊ ദാഖിലുള്ളതിനെ മികപ്പിച്ചു ഖാരിജിലുള്ളതിനേക്കാൾ. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോ ദാഖിലേക്ക് മടങ്ങാൻ ഇഹ്തിമാലായാലും മദീനി ഇബ്നു അബ്ദിസ്സലാം പറയുന്നു. അല്ലെങ്കിൽ ലഹ, അല്ലെങ്കിൽ ഇടപാടുകളിൽ കടന്നതല്ല, ഇടപാടുകൾക്ക് ലാസിമായി വന്നതാണ്. ആ ലാസിമായ ഒരു അമ്രിലേക്കാണ് നെഹി പോകുന്നത് എങ്കിലോ അങ്ങനെയും വരാം. ഏതുപോലെയൊക്കെ നെഹി ദിർഹമൈനി, ഒരു നാണയത്തെ 2 നാണയത്തിന് പകരം വിൽക്കൽ നെഹി ചെയ്യും പോലെ. ഇവിടെ ബൈഇനല്ല കുഴപ്പം, ആ ബൈഇൽ ലാസിമുണ്ട്. ആ ബൈഇൽ ഒരു ലാസിം വന്നപ്പോ ആ നിലക്ക് വന്നതാണ് നെഹി. എന്തുകൊണ്ട്? ലിസ്റ്റിമാലിഹി, ഈ ബൈ ഇവിടെ ചുറ്റി അല സിയാദത്തി, സിയാദത്തിന് മേൽ ചുറ്റി. എങ്ങനെ സിയാദത്ത്? അല്ലാസിമത്തി ബി സറത്തി, ഇടപാടിൽ സറത്താക്കിക്കൊണ്ടുള്ള ലാസിമായി വരുന്ന ഒരു സിയാദത്തിന്റെ ഇവിടെ. അഥവാ ഞാൻ ഈ നാണയത്തെ 2 നാണയത്തിന് പകരം വിൽക്കാന്ന് സറത്താക്കി. അങ്ങനെ സറത്ത് കൊണ്ട് ലാസിമായി വന്ന സിയാദത്തിന്റെ ഇവിടെ. ആ സിയാദത്തിന്റെ മേലാണ് ഈ ബൈ വന്നത്. അല്ല, ബൈയിലേക്കല്ല പോയത്. ആ ബൈയിനെ നെഹി വരാൻ കാരണം എന്തിലേക്ക് പോയി? ബൈയിൽ കടന്ന ഇടപാടല്ല ഇത്. ബൈയിനെ തൊട്ട് ഖാരിജായി നിൽക്കുന്ന, അതിൽ ലാസിമായി വരുന്ന ഒന്നാണ് സിയാദത്ത്. ആ സിയാദത്തിന്റെ മേലിൽ ഈ ബൈ ചുറ്റിയപ്പോൾ അങ്ങനെയാണ് അവിടെ നെഹി വന്നത്. വിഫാഖലിൽ അക്സരി, ഇങ്ങനെ അക്സറിനോട് യോജിച്ചിട്ടാണ് ഇപ്പൊ ഈ അഭിപ്രായമൊക്കെ പറഞ്ഞത്. അക്സർ മിനൽ ഉലമാ, പണ്ഡിതന്മാരും അക്സറും അങ്ങനെയാണ്. എന്താ അക്സറില് ഉലമാക്കൾ? ബി അന്നൻ നഹിയ, നിശ്ചയമായിട്ടും മുആമലാത്തിലുള്ള നെഹി ലിൽ ഫസാദി, അത് ഫസാദിനുള്ളത് തന്നെയാണ്. ഫീമാ ദുക്ര, പറയപ്പെട്ട കാര്യത്തിലൊക്കെ ഫസാദിനുള്ളത് തന്നെയാണ് നെഹി എന്ന് ഉലമാക്കളിന് അധിക പേരോട് യോജിച്ചു വന്നു. ആ നിലക്കാണ് ഇവിടെ പറഞ്ഞത്. അമ്മാബിൽ ഇബാദത്തി, അപ്പൊ പിന്നെ ഇബാദത്തിലുള്ള നെഹിയോന്നാ, അത് ഇബാദത്തിലുള്ള ഫസാദോന്നാ. ഇവിടെ ഇപ്പോ പറയപ്പെട്ടതിലുള്ള ഫസാദിലേക്ക് നെഹി വന്നു. എന്നാൽ ഇബാദത്തുള്ള ഫസാദ് എങ്ങനെയാണ്? അത് ഫലി മുനാഫാത്തിൽ നെഹി അൻഹും, അതിനെ തൊട്ടുള്ള നെഹി, ആ നെഹി എതിരായി. എന്തിനോട്? ലി അൻ യകൂന ഇബാദതൻ, അതൊരു ഇബാദത്താവുക എന്നതിനോട് നെഹി എതിരല്ലേ. അതുകൊണ്ടാണ് ഇബാദത്തിൽ ഫസാദ് വന്നത്. ഇബാദത്താവുക എന്ന് പറഞ്ഞാൽ മഅ്മൂറൻ ബിഹി, അതുകൊണ്ട് മഅ്മൂറായിരിക്കണം എന്നതിനോട് ഈ പറഞ്ഞ നെഹി എതിരല്ലേ. അതുകൊണ്ടാണ് ഇബാദത്തിൽ ഫസാദ് വന്നത്. കമാ തഖദ്ദമ ഫി മസ്അലത്തിൽ അംരി, അംറിന്റെ മസ്അലയിൽ പറഞ്ഞതുപോലെ. എങ്ങനത്തെ അംറ്? ലാ യതനാവൽ മക്റൂഹ, അത് മക്റൂഹിനെ ഉൾപ്പെടുത്തൂല. അങ്ങനത്തെ ഒരു അംറിനെ പറ്റി പറഞ്ഞല്ലോ, അതിലുള്ള മസ്അല പോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്, മനസ്സിലാക്കാം. അമ്മാ ബിൽ മുആമലത്തി, പിന്നെ മുആമലാത്തിൽ വന്ന ഫസാദോ എന്നാണ്. രണ്ടിലും ഫസാദ് ഉണ്ടല്ലോ. ഇബാദത്തിൽ ഫസാദ് പറഞ്ഞു, ഇനി മുആമലാത്തിൽ വരുന്ന ഫസാദ് ഫലിസ്തിദ്ലാലിൽ അവ്വലീന, മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊക്കെ ലക്ഷ്യം പിടിച്ചതിന് വേണ്ടി മിൻ ഗൈരി നകീർ, യാതൊരു എതിർപ്പുമില്ലാതെ, എന്തിന്റെ മേൽ? അലാ ഫസാദിഹ, ആ മുആമലാത്തൊക്കെ ഫസാദാണ് എന്നതിന്റെ മേൽ. എന്തുകൊണ്ട് ലക്ഷ്യം പിടിച്ചു? ബിൻ നഹി അൻഹ, ആ മുആമലാത്തിനെ തൊട്ട് നെഹി വന്നില്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഫസാദാണെന്ന് ഒരാളും ഇൻകാർ ചെയ്യാതെ സലഫ് സാലിഹ്യങ്ങളൊക്കെ
ഇസ്തിദ്ലാക്കി ഇസ്തിദ്ലാക്കി അതുകൊണ്ടാണ് ഫസാദ് എന്ന് പറഞ്ഞത്. അപ്പൊ അമ്മാബി വൈരിഹിമ മുആമലാത്തും ഇബാദത്തും അല്ലാത്തതിൽ വരുന്ന നഹിയോ അത് കമാ തഖദ്ദമ മുമ്പ് പറഞ്ഞതുപോലെ ലാഹിറുൻ ആ കാര്യം എല്ലാവർക്കും വ്യക്തമായി തന്നെയാണ്. അതിൽ ഫലം വരലില്ലല്ലോ. അവന് ഫസാദ് തന്നെ ഉള്ളൂന്ന് കാര്യം അവിടെ പറയേണ്ടതില്ല. ഇബാദത്തിലും മുആമലാത്തിലും വരുന്ന ഫസാദിനെ കുറിച്ച ചർച്ച, അതിൽ വരുന്ന നഹിയെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ഖാൽ ഗസാലി ഇമാമും അതുപോലെ തന്നെ വൽ ഇമാമുർ റാസിയും പറയുന്നത് ലിൽ ഫസാദി ഫിൽ ഇബാദാത്തി ഫഖത്ത് ഇബാദത്തുകളിലുള്ള നഹി ഫസാദിന് അത് ഇബാദത്തിൽ മാത്രമാണ് ഫസാദ്. ഐ ദൂരൽ മുആമലാത്തിനെ കൂടാതെ. അപ്പൊ മുആമലാത്തുകളിൽ അങ്ങനെയില്ല. ഇബാദത്തുകളിൽ വരുന്നതായ ഫസാദ് ഉണ്ടോ അതിലുള്ള മാത്രമാണ് നഹി എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ മുആമലാത്തിനെ കൂടാന്ന് പറയുമ്പോ ഫസാദുഹ അപ്പൊ മുആമലാത്തിന്റെ ഫസാദ് അതെങ്ങനെയാ? നഹി കൊണ്ടല്ല. അത് ബിഫവാത്തി റുക്കിനിൻ ഔ ഷർത്തിൻ ഒരു നിബന്ധനയോ ഒരു ഘടകമോ നഷ്ടപ്പെടൽ കൊണ്ടാണ് അതിന്റെ ഫസാദ്. എങ്ങനത്തെ ഘടകം, എങ്ങനത്തെ നിബന്ധന? അതിനെ അറിയപ്പെട്ടിട്ടുണ്ട്. എന്തിൽ നിന്ന്? മിൻ ഖാരിജിൻ അനിൻ നഹി നഹീനെ തൊട്ട് ഖാരിജ് എന്നറിയപ്പെട്ടതാണത്. അതുകൊണ്ടാണ്. അല്ല, നഹി കൊണ്ടുള്ള ഫസാദല്ല. വലാ നുസല്ലിമു നമ്മൾ സമ്മതിക്കൂല അന്നൽ അവലീന സലഫുകൾ ഇസ്തിദ്ലാൽ ചെയ്യുന്നല്ലേ അവലീങ്ങൾ ഇസ്തദല്ലു ബി മുജറദിൻ നഹി വെറും നഹി കൊണ്ട് തന്നെ അവർ ലക്ഷ്യം പിടിച്ചു അലാ ഫസാദിഹ മുആമലാത്തൊക്കെ ഫസാദാണ് എന്നതിന്റെ മേലിൽ മുജറദിൻ നഹി കൊണ്ട് അഥവാ വെറും നഹി കൊണ്ട് ലക്ഷ്യം പിടിച്ചു എന്ന കാര്യം അവല് പറഞ്ഞത് നമ്മൾ അംഗീകരിക്കൂല. അപ്പൊ ദൂര വൈരിക അതല്ലാത്തതിനെ കൂടാതെ കമാ തഖദ്ദമ മുമ്പ് പറഞ്ഞതുപോലെ. അപ്പൊ പിന്നെ ഫസാദുഹു എന്നാൽ വൈറിന്റെ ഫസാദോ മിൻ ഖാരിജിൻ അയ്ദൻ അതും വീണ്ടും ഖാരിജിൽ നിന്നുള്ള എന്തോ സംഗതി വരുന്നുണ്ട്. ആ ഖാരിജിൽ നിന്ന് വരുന്നതായ സംഗതി കൊണ്ടാണ് ഈ ഫസാദ്. ഏതുപോലെ നമ്മൾ പറഞ്ഞ മുആമലാത്തിൽ ഖാരിജിൽ നിന്ന് എന്തോ വന്നു അതുകൊണ്ട് ഫസാദ് ഉണ്ടായത് എന്നതുപോലെ തന്നെയാണ് മുആമലാത്ത് അല്ലാത്തതിന്റെയും ഫസാദ് എന്ന. അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് നഹി മുത്തലഖിന് എങ്ങനെ വരാം? ഖാരിജിന് വരാം. ഇതുവരെ പറഞ്ഞത് ഖാരിജിനല്ല, അത് അതിൻ്റെതായ ബന്ധപ്പെട്ട ലാസിമ് അല്ലെങ്കിൽ ഐന് ഇതുമായി ബന്ധപ്പെട്ട് വന്നതാ. ഇനി ഐനുമല്ല ലാസിമല്ല ഖാരിജായിട്ട് എന്ന രീതിയുണ്ട്. അതിന് വരാനോ നഹി? അങ്ങനെ വന്നാൽ എന്തായിരിക്കും അതിന്റെ ചർച്ച? അത് നമുക്കറിയണം. ഇൻഷാ അല്ലാഹ് പിന്നീട് അറിയാം. ഇന്ന് തൽക്കാലം ഇവിടെ നിർത്തട്ടെ. അള്ളാഹ് ഖബൂൽ ചെയ്യട്ടെ. തെറ്റുകളെല്ലാം അള്ളാഹ് പുറത്ത് മാപ്പാക്കി തരട്ടെ.